ഹലോ എവ്രി വൺ. നമ്മൾ 9th ക്ലാസ്സിലെ റീപ്രൊഡക്റ്റീവ് ഹെൽത്ത് എന്ന് പറയുന്ന ചാപ്റ്റർ ആണ് പഠിച്ചുകൊണ്ടിരിക്കുന്നത് അല്ലേ. അപ്പൊ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ഡെവലപ്മെന്റ് ഓഫ് ഫീറ്റസ് അല്ലെങ്കിൽ ഗർഭസ്ഥ ശിശുവിന്റെ വളർച്ചയെ കുറിച്ചൊക്കെ പറഞ്ഞായിരുന്നു. അപ്പൊ ഇപ്പൊ എന്ന് പറയുന്നത് ഫെർട്ടിലൈസേഷൻ ഒക്കെ നടന്നതിന് ശേഷം പ്രഗ്നൻസി സ്റ്റാർട്ട് ചെയ്തായിരുന്നു അല്ലെ. അപ്പൊ ഈ പ്രഗ്നൻസിയിൽ വളരെയധികം കെയർ കൊടുക്കേണ്ടുന്നത് അത്യാവശ്യമാണ് അല്ലെ. അപ്പൊ അതിനെ കുറിച്ചൊക്കെ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിലൊന്ന് പറഞ്ഞായിരുന്നു. അപ്പൊ ഇനി എങ്ങനെയാണ് ഈ പ്രഗ്നൻസിയിൽ കെയർ കൊടുക്കുന്നത് അല്ലെങ്കിൽ ആന്റിനേറ്റൽ കെയർ, അതായത് ഗർഭകാലത്തെ പരിചരണം എന്നതിനെ കുറിച്ചാണ് പറയുന്നത്. അപ്പൊ നമുക്കറിയാം ഈ സമയം എന്ന് പറയുമ്പോൾ പ്രഗ്നൻസിയിൽ ലേഡീസിനൊക്കെ നന്നായിട്ട് വെയിറ്റ് ഒക്കെ കൂടുന്നുണ്ട്. അത് കൂടാതെ ഹോർമോണൽ ഇംബാലൻസ് ഒക്കെ ഉണ്ടാവും എന്നൊക്കെ നമ്മൾ പറഞ്ഞായിരുന്നു അല്ലെ. ഇനി ഈ സമയത്തൊക്കെ ഇവർക്ക് വൊമിറ്റിംഗ് അല്ലെങ്കിൽ ഛർദി ഉണ്ടാകും, ദെൻ നോസിയ അല്ലെങ്കിൽ മലമ്പുരട്ടൽ ഉണ്ടാകാം, അതുപോലെ തന്നെ ജസ്റ്റേഷണൽ ഡയബറ്റീസ്, അതായത് ഗർഭകാലത്ത് ഷുഗർ പ്രമേഹം ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്, ഫാറ്റീഗ് അല്ലെങ്കിൽ ക്ഷീണം. അപ്പൊ ഇങ്ങനെയൊക്കെ ഉള്ള അവസ്ഥയിലൂടെ ആയിരിക്കും ആര് കടന്നു പോകുന്നത്, പ്രഗ്നൻസിയിലുള്ള ലേഡീസ് കടന്നു പോകുന്നത്. അപ്പൊ ആ ഒരു സമയത്ത് ആ പ്രഗ്നൻസി പീരീഡിൽ കടന്നു പോകുന്നത്. അപ്പൊ അങ്ങനെയുള്ള ആ ഒരു സാഹചര്യത്തിൽ അവർക്ക് വളരെയധികം ശ്രദ്ധ കൊടുക്കേണ്ടത് അത്യാവശ്യമാണ് അല്ലേ. ആ സമയത്ത് അവർക്ക് ഇമോഷണൽ സപ്പോർട്ട് അല്ലെങ്കിൽ വൈകാരികമായിട്ടുള്ള പിന്തുണയൊക്കെ ലഭ്യമാകണം. അപ്പൊ അതിന് കുടുംബാംഗങ്ങൾ വളരെയധികം ശ്രദ്ധിക്കണം. അതുപോലെ തന്നെ നമുക്കറിയാം ഹെൽത്ത് സെന്ററിൽ നിന്നൊക്കെ ആൾക്കാർ വരാറുണ്ട് അല്ലെ. അപ്പൊ അവരൊക്കെ പരമാവധി ശ്രദ്ധിക്കണം. അതായത് ഈ പ്രഗ്നൻസി പീരീഡിൽ ആവശ്യമായിട്ടുള്ള സപ്പോർട്ട് പിന്തുണ കിട്ടുന്നുണ്ടോ അല്ലെന്നുണ്ടെങ്കിൽ അത് ഉറപ്പുവരുത്തേണ്ടത് വളരെയധികം അത്യാവശ്യമാണ് അല്ലെ. അതുപോലെ തന്നെ ഈ സമയത്ത് അവർക്ക് അവരുടെ ഫുഡ് എന്ന് പറയുന്നത് ബാലൻസ്ഡ് ഡയറ്റ് ആയിരിക്കണം, സമീകൃത ആഹാരം ലഭ്യമാകണം. അതായത് എല്ലാ തരത്തിലുള്ള ന്യൂട്രിയൻസും ശരിയായ അളവിൽ അടങ്ങിയിട്ടുള്ള ഫുഡ് വേണം കഴിക്കാനായിട്ട് അല്ലെ. അതായത് അമിതമായ അളവിൽ കഴിച്ചു എന്ന് പറഞ്ഞിട്ടൊന്നും കാര്യമില്ല, ബാലൻസ്ഡ് ഡയറ്റ് ആയിരിക്കണം. അതായത് എല്ലാ തരത്തിലുള്ള ന്യൂട്രിയൻസ് ശരിയായ അളവിൽ അടങ്ങിയിട്ടുള്ള ആഹാരം കഴിക്കാനായിട്ട് ശ്രദ്ധിക്കണം. ദെൻ അതുപോലെ തന്നെ റെസ്റ്റ്, മതിയായ അളവിൽ വിശ്രമമൊക്കെ ലഭിക്കുന്നുണ്ടോ, അതുപോലെ തന്നെ ആ സമയത്ത് അവരുടെ മാനസികമായിട്ടുള്ള സന്തോഷമൊക്കെ വളരെയധികം ഇമ്പോർട്ടന്റ് ആണ്. അപ്പൊ ഇതിനെ കുറിച്ചൊക്കെ വളരെയധികം ശ്രദ്ധിക്കേണ്ടുന്നത് അത്യാവശ്യമാണ്. ഇനി അതുപോലെ തന്നെ നമുക്കറിയാം ഈ പ്രഗ്നൻസി പീരീഡിലെ ന്യൂട്രീഷൻ പോഷണം എന്ന് പറയുന്നത് ഒരുപാട് അളവിൽ ഫുഡ് കഴിക്കുന്നതിലല്ല കാര്യം ഇരിക്കുന്നത്. അതായത് ശരിയായ അളവിലുള്ള ന്യൂട്രിയൻസ് അടങ്ങിയിട്ടുള്ള ഫുഡ് വേണം കഴിക്കാൻ അല്ലെ, പോഷകാഹാരം വേണം കഴിക്കാൻ. പ്രഗ്നൻസിയിൽ വളരെയധികം ന്യൂട്രിയൻസ് ആവശ്യമുണ്ട്. അതായത് കാൽസ്യം, അയൺ, ഫോളിക് ആസിഡ്, വിറ്റമിൻ ഡി തുടങ്ങിയവയൊക്കെ അത്യാവശ്യമാണ്. അയൺ, ഫോളിക് ആസിഡ്, കാൽസ്യം, വിറ്റമിൻ ഡി ഒക്കെ ലഭ്യമാകണമെന്നുണ്ടെങ്കിൽ നമ്മൾ ശരിയായ രീതിയിൽ എന്ത് ചെയ്യണം, ആഹാരം കഴിക്കണം അല്ലെ. ആ സമയത്തെന്ന് പറയുന്നത് ഫ്രൂട്ട്സും വെജിറ്റബിൾസും മിൽക്ക് പ്രോഡക്ട്സ്, അതുപോലെ തന്നെ ഗ്രെയിൻസ്, ധാന്യങ്ങൾ, ഫിഷ്, മീറ്റ്, എഗ് തുടങ്ങിയവയൊക്കെ എന്ത് ചെയ്യണം, നമ്മുടെ ഡയറ്റിൽ ഇൻക്ലൂഡ് ചെയ്യണം. അതായത് ആ സമയത്ത് എല്ലാ തരത്തിലുള്ള ആഹാരം, അതായത് ന്യൂട്രിയൻസ് ഒക്കെ അടങ്ങിയിട്ടുള്ള ആഹാരം വേണം കഴിക്കാൻ. എന്തുകൊണ്ടാണ്? ആ സമയത്ത് അയൺ, ഫോളിക് ആസിഡ്, കാൽസ്യം, വിറ്റമിൻ ഡി ഒക്കെ വളരെയധികം അത്യാവശ്യമാണ്. അപ്പൊ ഇതെല്ലാം അടങ്ങിയിട്ടുള്ള ന്യൂട്രീഷ്യസ് ആയിട്ടുള്ള ഫുഡ് വേണം കഴിക്കാൻ. അപ്പൊ ഇതൊക്കെ അടങ്ങിയിട്ടുള്ളത് ഏതിലാണ്? ഫ്രൂട്ട്സ് ഉണ്ട്, വെജിറ്റബിൾസ് ഉണ്ട്, ലീഫി വെജിറ്റബിൾസ്, ഇലക്കറികളുണ്ട്, ഗ്രെയിൻസ്, ധാന്യങ്ങൾ, ദെൻ മിൽക്ക്, മീറ്റ്, എഗ്, ഫിഷ്, ഇങ്ങനെയുള്ള സാധനങ്ങളെല്ലാം ശരിയായ അളവിൽ എന്ത് ചെയ്യണം, കഴിക്കാനായിട്ട് ശ്രദ്ധിക്കുക. ദെൻ അതുപോലെ തന്നെ ഫീറ്റസിന്റെ ഡെവലപ്മെന്റ് അല്ലെങ്കിൽ ഗർഭസ്ഥ ശിശുവിന്റെ വളർച്ചയ്ക്ക് പ്രോട്ടീൻ വളരെയധികം അത്യാവശ്യമാണ്. അപ്പൊ പ്രോട്ടീൻ അടങ്ങിയിട്ടുള്ള ഫുഡ് ധാരാളമായിട്ട് കഴിക്കണം. ദെൻ അതുപോലെ തന്നെ അമ്മയ്ക്കെന്ന് പറയുന്നത്, അമ്മയുടെ ശരീരത്തിൽ ഒരുപാട് മാറ്റങ്ങൾ സംഭവിക്കുന്നുണ്ട് അല്ലേ. അമ്മയ്ക്കെന്ന് പറയുന്നത് എനർജി വളരെയധികം അത്യാവശ്യമാണ്. അപ്പൊ എനർജി ലഭ്യമാകുന്നതിന് വേണ്ടിയിട്ട് കാർബോഹൈഡ്രേറ്റും ഫാറ്റും കഴിക്കണം. എന്ന് കരുതി ഫാറ്റ് കഴിക്കണം അല്ലെങ്കിൽ കൊഴുപ്പ് കഴിക്കണം എന്ന് വിചാരിച്ചിട്ട് ഒരുപാട് കൊഴുപ്പ് അടങ്ങിയിട്ടുള്ള ആഹാരമൊന്നും കഴിക്കാൻ പാടില്ല. അപ്പൊ അമ്മയുടെ എനർജിക്ക് അത്യാവശ്യമായിട്ടുള്ള രീതിയിൽ കാർബോഹൈഡ്രേറ്റ്, ധാന്യകവും അതുപോലെ തന്നെ ഫാറ്റ്, കൊഴുപ്പ് ലഭ്യമാകത്തക്ക രീതിയിലുള്ള ആഹാരം വേണം കഴിക്കാൻ. ഇനിയും അമിതമായ അളവിൽ ഉപ്പ്, കൊഴുപ്പ്, മധുരം തുടങ്ങിയവ അടങ്ങിയിട്ടുള്ള ആഹാരമൊക്കെ എന്ത് ചെയ്യണം, ഒഴിവാക്കാനായിട്ട് ശ്രദ്ധിക്കണം. കാരണം നേരത്തെ നമ്മൾ പറഞ്ഞാണ് ജസ്റ്റേഷണൽ ഡയബറ്റീസ് അല്ലെങ്കിൽ ഗർഭകാലത്ത് എന്ത് വരാനുള്ള സാധ്യതയുണ്ട്, പ്രമേഹം വരാനുള്ള സാധ്യതയുണ്ട്. അതുപോലെ തന്നെ ബ്ലഡ് പ്രഷർ ഒക്കെ ഇൻക്രീസ് ചെയ്യും. അപ്പൊ ബ്ലഡ് പ്രഷർ ഒക്കെ ഇൻക്രീസ് ചെയ്യുന്നതുകൊണ്ട് കൂടുതൽ ഉപ്പും അതുപോലെ തന്നെ ഡയബറ്റീസ് ഉണ്ടാകാനുള്ള സാധ്യത ഉള്ളത് കൊണ്ട് മധുരം ഒന്നും അധികം കഴിക്കാനായിട്ട് പാടില്ല അല്ലെ. അപ്പൊ പ്രഗ്നൻസി പീരീഡിൽ നമ്മളുടെ ഫുഡ് ഹാബിറ്റ്സ് എന്ന് പറയുന്നത് വളരെയധികം ശ്രദ്ധയോടുകൂടി വേണം അല്ലെ. അതായത് നമുക്ക് ആവശ്യമായിട്ടുള്ള ന്യൂട്രിയൻസ് അടങ്ങിയിട്ടുള്ള ഫുഡ് നല്ല രീതിയിൽ കഴിക്കാനായിട്ട് ശ്രദ്ധിക്കുക. അതായത് കൂടുതൽ കൊഴുപ്പോ ഉപ്പോ മധുരമോ അടങ്ങിയിട്ടുള്ള ആഹാരം ഒഴിവാക്കാനായിട്ട് ശ്രദ്ധിക്കുക. ഇനി അതുപോലെ തന്നെ ബാഡ് ഹാബിറ്റ്സ് നമ്മുടെ റീപ്രൊഡക്റ്റീവ് ഹെൽത്തിനെ അഫക്ട് ചെയ്യാം അല്ലെ. അതായത് ദുശീലങ്ങളൊക്കെ, ഇപ്പൊ ബാഡ് ഹാബിറ്റ്സ് ഒക്കെ, അതായത് സ്മോക്കിങ്ങോ ഡ്രഗ് അബ്യൂസോ അല്ലെങ്കിൽ ആൽക്കഹോൾ യൂസോ ഒക്കെ സ്ത്രീകളിലാണെന്നുണ്ടെങ്കിൽ അത് അവരുടെ ഓവുലേഷനെയും മെൻസ്ട്രുവേഷനെയും അതുപോലെ തന്നെ ഹോർമോണൽ ബാലൻസിനെ ഒക്കെ വളരെയധികം ബാധിക്കും. മെയിൽസിലാണ് ഇങ്ങനെയുള്ള ബാഡ് ഹാബിറ്റ്സ് ഉള്ളതെങ്കിൽ അവരുടെ സ്പേമിന്റെ പ്രൊഡക്ഷനെയും സ്പേമിന്റെ മോട്ടിലിറ്റിയും ഒക്കെ വളരെയധികം അഫക്ട് ചെയ്യുന്ന കാര്യങ്ങളാണ്. അപ്പൊ ഈ ബാഡ് ഹാബിറ്റ്സ് എന്ന് പറയുന്നത് നമ്മുടെ റീപ്രൊഡക്റ്റീവ് ഹെൽത്തിനെ വളരെയധികം ദോഷകരമായിട്ട് ബാധിക്കും.
ഇനി പ്രഗ്നൻസിയിലുള്ള ഒരാളെന്ന് പറയുന്നത് ഇതുപോലെയുള്ള ബാഡ് ഹാബിറ്റ്സ് പിന്തുടർന്ന് പോവുകയാണെന്നുണ്ടെങ്കിൽ അത് ഫീറ്റസിന്റെ ഡെവലപ്മെന്റിനെയൊക്കെ വളരെയധികം ബാധിക്കാനുള്ള സാധ്യതയുണ്ട്. അപ്പം ഇങ്ങനെയുള്ള പ്രഗ്നൻസി പീരീഡിലും ഒക്കെ എന്ത് ചെയ്യണം, ഈ ബാഡ് ഹാബിറ്റ്സ് ഒക്കെ ഒഴിവാക്കാനായിട്ട് ശ്രദ്ധിക്കുക. അതായത് നമ്മൾ ഈ ആന്റിനേറ്റൽ കെയർ അല്ലെങ്കിൽ പ്രഗ്നൻസി പീരീഡ് എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു പീരീഡാണ് അല്ലേ. ആ സമയത്ത് നമ്മൾ അമ്മയുടെ ആരോഗ്യം അതുപോലെ തന്നെ കുഞ്ഞിന്റെ ആരോഗ്യം വളരെയധികം ശ്രദ്ധിക്കണം. അപ്പൊ അങ്ങനെ വരുമ്പോഴത്തേക്ക് അവർക്ക് ശരിയായ അളവിൽ ആഹാരമൊക്കെ കൊടുക്കുന്നത് പോലെ തന്നെ എന്ന് ശ്രദ്ധിക്കണം. ആ സമയത്തുള്ള അവരുടെ ബാഡ് ഹാബിറ്റ്സിലെ ദുശീലങ്ങൾ ഉണ്ടായെന്നുണ്ടെങ്കിൽ അത് ഫീറ്റസിന്റെ ഡെവലപ്മെന്റിനെ വളരെയധികം ബാധിക്കും. അടുത്തതെന്ന് പറയുന്നത് ഈ ഒരു സമയത്ത് അതായത് പ്രഗ്നൻസി പീരീഡിൽ വളരെയധികം ബോഡി ടെസ്റ്റ് ഒക്കെ നടത്തേണ്ടതായിട്ടുണ്ട്. ഫിസിക്കൽ എക്സാമിനേഷൻ അല്ലെങ്കിൽ ശാരീരികമായിട്ടുള്ള പരിശോധനകൾ അതിൽ വരുന്നതാണ്. നമ്മൾ വെയിറ്റ് ഒക്കെ നോക്കാറുണ്ട്, ഹൈറ്റ് നോക്കാറുണ്ട്, അതുപോലെ തന്നെ ബ്ലഡ് പ്രഷർ, രക്തസമ്മർദ്ദം ഒക്കെ നോക്കണം. എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു പ്രഗ്നൻസി പീരീഡിൽ ബ്ലഡ് പ്രഷർ ഒക്കെ ഇൻക്രീസ് ചെയ്യാനുള്ള സാധ്യത വളരെയധികം കൂടുതലാണ് അല്ലേ. അതുപോലെ തന്നെ 3 ആഴ്ചയ്ക്ക് ശേഷം ഓരോ മാസവും 2 കിലോഗ്രാം വെയിറ്റ് ആണ് ഇൻക്രീസ് ചെയ്യേണ്ടത്. അപ്പം ഓരോ മാസം വെയിറ്റ് ചെക്ക് ചെയ്യുന്നത് എന്തിനാണ്, വെയിറ്റ് ഇൻക്രീസ് ചെയ്തിട്ടുണ്ടോ എന്ന് നോക്കാനാണ് അല്ലെ. അപ്പൊ വെയിറ്റ് ഇൻക്രീസ് ചെയ്തില്ല എന്നുണ്ടെങ്കിൽ അതും ഒരു പ്രശ്നമാണ്. കാരണം വെയിറ്റ് കൂടുന്നില്ല എന്നുണ്ടെങ്കിൽ നമ്മുടെ ആവശ്യത്തിന് ന്യൂട്രീഷ്യസ് ആയിട്ടുള്ള ഫുഡ് ഒന്നും എടുക്കുന്നില്ല എന്നാണ് അർത്ഥം അല്ലെ. അതായത് അതുപോലെ തന്നെ നമ്മുടെ ഫീറ്റസിന്റെ ഡെവലപ്മെന്റ് നല്ല രീതിയിൽ എന്ത് ചെയ്യുന്നില്ല, നടക്കുന്നുണ്ടാവില്ല. അപ്പം വെയിറ്റ് ഇൻക്രീസ് ചെയ്യുന്നുണ്ടോ എന്ന് നോക്കണം. എന്ന് പറഞ്ഞാൽ അമിതമായ വെയിറ്റ് ഉണ്ടാകാനും പാടില്ല. അപ്പൊ ആവശ്യത്തിനുള്ള വെയിറ്റ് ഇൻക്രീസ് ചെയ്യണം. അതായത് നോർമലി ഓരോ മാസവും 2 കിലോഗ്രാം വെയിറ്റ് ഇൻക്രീസ് ചെയ്യണം. അതുപോലെ തന്നെ ഈ സമയത്തുള്ള ബ്ലഡ് പ്രഷർ ഒക്കെ ചെക്ക് ചെയ്യും. അതുപോലെ തന്നെ നമ്മുടെ ബോഡിയുടെ കണ്ടീഷൻസ് ഒക്കെ ഈ സമയത്ത് എന്ത് ചെയ്യണം, ചെക്ക് ചെയ്യണം. അടുത്തതെന്ന് പറയുന്നത് ബ്ലഡ് ആൻഡ് യൂറിൻ ടെസ്റ്റ്. ഈ പ്രഗ്നൻസി പീരീഡിൽ ബ്ലഡ് ടെസ്റ്റ് ചെയ്യാറുണ്ട്, അതുപോലെ തന്നെ യൂറിനും ടെസ്റ്റ് ചെയ്യാറുണ്ട്. അതായത് യൂറിനൊക്കെ ടെസ്റ്റ് ചെയ്യുക എന്ന് പറയുമ്പോൾ യൂറിനറി ഇൻഫെക്ഷൻ ഉണ്ടാകുന്നുണ്ടോ എന്ന് നോക്കണം. അതുപോലെ തന്നെ ബ്ലഡ് ടെസ്റ്റ് എന്ന് പറയുമ്പോൾ HIV അതായത് എയ്ഡ്സോ അങ്ങനെയുള്ള തകരാറ് അല്ലെങ്കിൽ അനീമിയ ഒക്കെ ഉണ്ടോ എന്ന് അറിയണം. ബ്ലഡിനകത്തില് ഷുഗർ നോക്കണം, ഗ്ലൂക്കോസിന്റെ അളവ് നോക്കണം, ഹീമോഗ്ലോബിന്റെ കൗണ്ട് നോക്കണം. അപ്പൊ ഇങ്ങനെയൊക്കെ ഉള്ള കാര്യങ്ങൾ നമ്മൾ ഏത് സമയത്ത് ചെയ്യാറുണ്ട്, പ്രഗ്നൻസി പീരീഡിൽ ചെയ്യാറുണ്ട് അല്ലെ. എന്തിനാണ് ആ സമയത്ത് അങ്ങനെയൊക്കെ ചെയ്യുന്നത്, ബ്ലഡിലൊന്നും ഗ്ലൂക്കോസിന്റെ അളവ് കൂടാനൊന്നും പാടില്ല. അതുപോലെ തന്നെ ഹീമോഗ്ലോബിന്റെ ഒക്കെ കൗണ്ട് നോർമൽ ആണോ എന്ന് നോക്കണം. ഇല്ല എന്നുണ്ടെങ്കിൽ അനീമിക് ആകാനുള്ള സാധ്യതയുണ്ട് അല്ലേ. വിളർച്ച വന്നു കഴിഞ്ഞാൽ പ്രശ്നമാണ്, അമ്മയുടെയും കുഞ്ഞിന്റെയും ആരോഗ്യത്തെ അത് ബാധിക്കും. അപ്പൊ ഇങ്ങനെയൊക്കെ ഉള്ള പ്രോബ്ലംസ് ഉണ്ടോ എന്ന് ഏത് സമയത്ത് നോക്കുന്നുണ്ട്, പ്രഗ്നൻസി പീരീഡിൽ നോക്കും. അപ്പൊ അതെന്ന് പറയുന്നത് എങ്ങനെയാണ്, ബ്ലഡ്, യൂറിൻ തുടങ്ങിയവ ടെസ്റ്റ് ചെയ്യുന്നതിലൂടെയാണ്. അതുപോലെ തന്നെ അൾട്രാസൗണ്ട് സ്കാൻ, അതായത് സ്കാനിങ് ഒക്കെ നടത്താറുണ്ട് അല്ലെ. 8 വീക്സ് ടു 24 വീക്സ് അതിനിടയ്ക്കുള്ള സമയത്തായിരിക്കും എന്ത് നടത്തുന്നത്, സ്കാനിങ് നടത്തുന്നത്. അപ്പൊ ഈ സ്കാനിങ്ങിലൂടെ എന്തെങ്കിലും തകരാറ്, അതായത് ഫീറ്റസിന്റെ വളർച്ചയ്ക്കോ എന്തെങ്കിലുമൊക്കെ തകരാറുണ്ടോ, അല്ലെങ്കിൽ ഒന്നിൽ കൂടുതൽ എംബ്രിയോ ഭ്രൂണം ഉള്ളിലുണ്ടോ, അല്ലെന്നുണ്ടെങ്കിൽ പ്ലാസന്റയുടെ പൊസിഷൻ, പ്ലാസന്റയുടെ സ്ഥാനം തുടങ്ങിയവയൊക്കെ നമുക്ക് കൃത്യമായിട്ട് മനസ്സിലാക്കണം. അപ്പൊ അതൊക്കെ കൃത്യമായിട്ട് മനസ്സിലാക്കണമെന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് നടത്തണം, സ്കാനിങ് നടത്തണം അല്ലെ. അപ്പൊ ഈ സ്കാനിങ് എന്ന് പറയുന്നത് 8 വീക്സ് ടു 24 വീക്സ് അതിനിടയ്ക്കാണ് നടത്തുന്നത്. അപ്പൊ പ്ലാസന്റയുടെ പൊസിഷൻ, ഫീറ്റസിന്റെ ഡെവലപ്മെന്റ്, എംബ്രിയോ എന്ന് പറയുന്നത് ഒന്നിൽ കൂടുതലുണ്ടോ ഇല്ലയോ എന്നൊക്കെ നോക്കാനായിട്ട് വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് നടത്തുന്നത്, സ്കാനിങ് നടത്തുന്നത്. അടുത്തതെന്ന് പറയുന്നത് വാക്സിനേഷൻ. അതായത് ഈ പ്രഗ്നൻസി പീരീഡിൽ വാക്സിൻസും വളരെയധികം അത്യാവശ്യമാണ്. അതായത് TT എടുക്കാറുണ്ട്, അതുപോലെ തന്നെ റുബെല്ല വാക്സിൻ. അപ്പൊ ഈ പ്രഗ്നൻസി പീരീഡിലുള്ള വാക്സിൻസും യഥാസമയം എടുക്കേണ്ടുന്നത് വളരെയധികം അത്യാവശ്യമാണ്. അപ്പൊ ഈ പ്രഗ്നൻസി പീരീഡ് എന്ന് പറയുമ്പോൾ ആ സമയത്ത് നമ്മൾ ന്യൂട്രീഷൻ മാത്രമല്ല നോക്കണത് അല്ലെ, ഫുഡിന്റെ കാര്യം ശ്രദ്ധിക്കണം. അതുപോലെ തന്നെ ബാഡ് ഹാബിറ്റ്സ് അല്ലെങ്കിൽ എന്തെങ്കിലും ദുശീലങ്ങൾ ഉണ്ടെങ്കിൽ അത് ഒഴിവാക്കണം. അതുപോലെ തന്നെ ഫിസിക്കൽ എക്സാമിനേഷൻ, അതായത് ശാരീരികമായിട്ടുള്ള കുഴപ്പങ്ങൾ എന്തെങ്കിലും ഉണ്ടോ എന്ന് ചെക്ക് ചെയ്യണം. ബ്ലഡ് ടെസ്റ്റ് ചെയ്യണം, യൂറിൻ ടെസ്റ്റ് ചെയ്യണം, സ്കാനിങ് കറക്റ്റ് സമയത്ത് നടത്തണം. അതുപോലെ തന്നെ വാക്സിൻസും കറക്റ്റ് ആയിട്ട് എടുക്കണം. ഇനി ഈ സ്കാനിങ് ഒക്കെ എടുക്കുന്നതിലൂടെ എന്തെങ്കിലും ജെനറ്റിക് ഡിസോർഡർ, ജനിതക തകരാറൊക്കെ ഉണ്ടോ എന്ന് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. അതായത് കുഞ്ഞുങ്ങളുടെ ജീനുകളിൽ എന്തെങ്കിലും തകരാറുണ്ടോ എന്ന് അറിയണം അല്ലെ. അപ്പൊ ഈ ജീനുകളിൽ എന്തെങ്കിലും തകരാറുണ്ടോ, അതായത് പ്രത്യേകിച്ചും ഡൗൺ സിൻഡ്രോം ആണ് നോക്കുന്നത്. ഡൗൺ സിൻഡ്രോം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ക്രോമസോമിനെ ബാധിക്കുന്ന ഒരു തകരാറാണ്. അപ്പൊ ഇങ്ങനെയുള്ള ജെനറ്റിക് ഡിസോർഡേഴ്സ് ഒക്കെ ഉണ്ടോ എന്ന് നോക്കാനായിട്ട് 2 തരത്തിലുള്ള ടെസ്റ്റുകളാണ് ചെയ്യുന്നത്. കോറിയോണിക് വില്ലസ് സാമ്പിളിംഗ് ആൻഡ് അമ്നിയോസെന്റസിസ്. കോറിയോണിക് വില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്ലാസന്റയിൽ ഉണ്ടാകുന്ന ചെറിയ ഫിംഗർ ലൈക്ക് സ്ട്രക്ചേഴ്സിനെയാണ് എന്തെന്ന് വിളിക്കുന്നത്, വില്ലസ് എന്ന് വിളിക്കും. അപ്പൊ ഈ കോറിയോണിക് വില്ലസ് എടുത്ത് നോക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ അതിനകത്തില് കുഞ്ഞിൻ്റെതായിട്ടുള്ള ക്രോമസോമൽ പാറ്റേൺ ഒക്കെ കാണാം. അതായത് ക്രോമസോമുകൾ, മനുഷ്യരിലുള്ള ക്രോമസോം നമ്പർ എന്ന് പറയുന്നത് 46 ആണ്. അപ്പൊ അതുമായിട്ട് ബന്ധപ്പെട്ട് എന്തെങ്കിലും തകരാറുകൾ ഉണ്ട് എന്നുണ്ടെങ്കിൽ കോറിയോണിക് വില്ലയിൽ സാമ്പിളിംഗ് നടത്തിയാൽ അറിയാൻ പറ്റും.
ഇനി അതുപോലെ തന്നെ അമ്നിയോസെന്റസിസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അമ്നിയോട്ടിക് ഫ്ലൂയിഡ്, നമുക്കറിയാം അമ്നിയോട്ടിക് ദ്രവം എന്ന് പറയുന്നത് കുഞ്ഞിനെ കവർ ചെയ്ത് കാണപ്പെടുന്ന ഫ്ലൂയിഡ് ആണ് അല്ലേ. അപ്പൊ ഈ അമ്നിയോട്ടിക് ഫ്ലൂയിഡ് എടുത്ത് ടെസ്റ്റ് ചെയ്താലും എന്തെങ്കിലും ക്രോമസോമിലോ അല്ലെങ്കിൽ ജീൻസിലോ വല്ലതും തകരാറുണ്ടോ എന്ന് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. അപ്പൊ ഇങ്ങനെ കുഞ്ഞ് ഉള്ളിൽ ഇരിക്കുമ്പോൾ തന്നെ അല്ലെങ്കിൽ ഡെവലപ്മെന്റ് നടക്കുന്ന ആ സ്റ്റേജിൽ തന്നെ എന്തെങ്കിലുമൊക്കെ ജെനറ്റിക് ഡിസോർഡേഴ്സ് ഉണ്ടോ എന്ന് മനസ്സിലാക്കാനായിട്ട് ഇങ്ങനെയുള്ള ടെസ്റ്റുകൾ നമ്മളെ സഹായിക്കുന്നുണ്ട്. അപ്പൊ ഈ പ്രഗ്നൻസി എന്ന് പറയുന്നത് ഒരാളുടെ ലൈഫിലെ ഒരു ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു പീരീഡ് ആണ് അല്ലേ. ആ സമയത്ത് നമ്മൾ വളരെയധികം കെയർ ചെയ്യണം അല്ലേ. അപ്പൊ അത് ഫുഡിന്റെ കാര്യത്തിലായാലും, അതായത് ഫുഡ് എന്ന് പറയുമ്പോൾ നല്ല ന്യൂട്രീഷ്യസ് ആയിട്ടുള്ള ഫുഡ് കൊടുക്കണം. അതുപോലെ തന്നെ ആ സമയത്ത് ശരിയായ അളവിൽ എന്ത് ചെയ്യണം, വെള്ളവും ഉള്ളിലേക്ക് എടുക്കണം. അതുപോലെ തന്നെ നാരുകളൊക്കെ അടങ്ങിയിട്ടുള്ള, ഫൈബേഴ്സ് ഒക്കെ അടങ്ങിയിട്ടുള്ള ഫുഡൊക്കെ ധാരാളമായി കഴിക്കേണ്ടത് വളരെയധികം അത്യാവശ്യമാണ്. ഇല്ലെങ്കിൽ കോൺസ്റ്റിപ്പേഷൻ അല്ലെങ്കിൽ മലബന്ധം ഉണ്ടാകും, ഡൈജഷനുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകാം. അപ്പൊ ഈ പ്രഗ്നൻസി പീരീഡിൽ ഫുഡ് മാത്രമല്ല, അതിനോടൊപ്പം തന്നെ ആവശ്യത്തിന് വെള്ളവും കുടിക്കണം. അതുപോലെ തന്നെ ഈ നാരുകൾ അടങ്ങിയിട്ടുള്ള, അത് വെജിറ്റബിൾസ് ഒക്കെ ധാരാളമായിട്ട് കഴിച്ചാൽ മതി. അതിൽ നിന്നും നമുക്ക് ഫൈബേഴ്സ് കിട്ടും. ആ ഫൈബേഴ്സ് നമ്മുടെ ഡൈജഷനുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള പ്രോബ്ലംസ് ഒക്കെ പരിഹരിക്കും. അപ്പൊ ന്യൂട്രീഷൻ വളരെയധികം ഇമ്പോർട്ടന്റ് ആണ്. ബാഡ് ഹാബിറ്റ്സ് ഒക്കെ ആ സമയത്ത് അവോയ്ഡ് ചെയ്യണം. ഇല്ല എന്നുണ്ടെങ്കിൽ നമ്മുടെ ഫീറ്റസിന്റെ ഡെവലപ്മെന്റിനെ അത് വളരെയധികം ബാധിക്കും. കറക്റ്റ് സമയത്ത് ഫിസിക്കൽ എക്സാമിനേഷൻ, അതായത് വെയിറ്റും ബോഡിയുടെ കണ്ടീഷനും അതുപോലെ തന്നെ ബ്ലഡ് പ്രഷറും ഒക്കെ ചെക്ക് ചെയ്യണം. ബ്ലഡ് ടെസ്റ്റ് ചെയ്യണം, യൂറിൻ ടെസ്റ്റ് ചെയ്യണം. ഇതൊക്കെ അനീമിയോ അല്ലെങ്കിൽ യൂറിനറി ഇൻഫെക്ഷനോ ഒക്കെ ഉണ്ടോ എന്ന് മനസ്സിലാക്കാൻ വളരെയധികം സഹായിക്കും. ശരിയായ സമയത്ത് സ്കാനിങ് നടത്തുകയാണെങ്കിൽ ജെനറ്റിക് ഡിസോർഡേഴ്സോ അല്ലെന്നുണ്ടെങ്കിൽ പ്ലാസന്റയുടെ പൊസിഷനോ അല്ലെങ്കിൽ എംബ്രിയോയുടെ ഡെവലപ്മെന്റോ ഇതൊക്കെ മനസ്സിലാക്കാനായിട്ട് സാധിക്കും. ശരിയായ സമയത്ത് വാക്സിനേഷൻ എടുക്കുക. ഇനിയും സ്കാനിങ് ഒക്കെ ചെയ്യുമ്പോൾ എന്തെങ്കിലും ജെനറ്റിക് ഡിസോർഡർ ഉണ്ട് എന്ന് ഒരു സംശയം തോന്നിക്കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നീട് ചെയ്യുന്ന ഫർദറായിട്ട് ചെയ്യുന്ന ടെസ്റ്റുകളാണ് കോറിയോണിക് വില്ലർ സാമ്പിളിംഗ് ആൻഡ് അമ്നിയോസെന്റസിസ്. അപ്പൊ ഈ കാര്യങ്ങളെല്ലാം നമ്മൾ പ്രഗ്നൻസിയിൽ വളരെയധികം ശ്രദ്ധിക്കണം. അപ്പൊ ഇന്ന് പറഞ്ഞ ഇത്രയും കാര്യങ്ങൾ എല്ലാവർക്കും മനസ്സിലായി കാണുമെന്ന് പ്രതീക്ഷിക്കുന്നു. ബാക്കി നമുക്ക് അടുത്ത ക്ലാസ്സിൽ എടുക്കാം. താങ്ക് യു.